Yes, this is Wafan Mastan has been live on stage. Bringing you the heartbeat of Al Ayam, no tracks, no pause, just pure face vibes. So, buckle up, keep your energy high, and let's make this week unforgettable. അപ്പോ നിറഞ്ഞ ഒരു സദസ്സുമായി കൺട്രോൾ റൂമിൽ നിന്നുള്ള അഗൈതവമായ സപ്പോർട്ട് കൂടി നമ്മൾ ആരുമില്ലാതെ ആർജ് സ്റ്റാർട്ട് ചെയ്യാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇൻഷാല്ലാ എല്ലാ ദിവസവും ചെറിയ രീതിയിലുള്ള ഒരു ആർജ് ഇൻഷാല്ലാ നടക്കും. വിദ്യാർത്ഥികൾ അവരാൽ കഴിയുന്ന രീതിയിൽ സഹകരിക്കുക, കേൾക്കുക, പരിപാടികൾക്ക് തയ്യാറാവേണ്ടവർ പൂർണ്ണമായ എന്താ പറയാ ഇഖ്ലാസോട് കൂടി തന്നെ പരിപാടിയിൽ തയ്യാറാവാം. നോ പ്രോബ്ലം. അപ്പൊ നിലവിൽ നമുക്ക് സംസാരിക്കാനുള്ളത് ഓടിത്തുടങ്ങുന്ന ഒരു ക്യാമ്പസിനെ കുറിച്ചാണ്. അപ്പൊ ഇന്നലെ രാത്രി ഒരു ആർജെ സെഷൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ കുറച്ച് മാത്രം പറയാനും ഒരുപാട് പരിപാടികൾ നടക്കാനിരിക്കുന്നത് കൊണ്ടും നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാണ്. സോ എല്ലാ വിദ്യാർത്ഥികളെയും ഉസ്താദുമാരെയും സംഘാടകരെയും ഈ ഒരു പരിപാടിയിലേക്ക് ഹാർദവമായി ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. ഓടിത്തുടങ്ങുന്ന ഒരു ക്യാമ്പസിനെ കുറിച്ചാണ് ആദ്യമായി പറയാനുള്ളത്. ഇന്നലെ അൽഹംദുലില്ലാ ഇനാഗുറേഷൻ കഴിഞ്ഞു. വാദിഫതയുടെ പരിപാടികൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ക്യാമ്പസിൽ ഫെസ്റ്റ് വൈബ് ഇങ്ങനെ വന്നു അല്ലേ, മറ്റേ വന്നുകൊണ്ടിരിക്കാന്ന് പറയാനുണ്ടായിരുന്നു. ഫെസ്റ്റ് വൈബ് ക്യാമ്പസിൽ വന്നു കഴിഞ്ഞു. മുൻ വർഷങ്ങൾ വ്യത്യസ്തമായിട്ടാണ് സംഭവം വന്നിട്ടുള്ളത്. കാരണം സാധാരണ ഫെസ്റ്റ് തുടങ്ങുന്ന അന്ന് തന്നെ പരിപാടികളാണ്. നിലിസാൻ പ്രത്യേകം ചോദിച്ചു വാങ്ങി ഫെസ്റ്റ് തുടങ്ങുന്ന ദിവസം പരിപാടി വെക്കരുത്, അന്ന് ഞങ്ങൾക്ക് ഫുൾ പരിപാടി നടത്തണമെന്ന് പറഞ്ഞ് ഉത്തരവാദിത്വം വാങ്ങി ലിസാൻ പരിപാടി കളറാക്കിയിട്ടുണ്ട്. വിദ്യാർത്ഥികളുടെ ഒരു സ്ഥൈര്യത്തിൽ ലിസാന് വലിയൊരു ക്രെഡിറ്റ് ഉണ്ട് അല്ലേ. ഫെസ്റ്റിന്റെ പല മേഖലകളിൽ നമ്മൾ അറിയാതെ പോകുന്ന ലിസാന്റെ കൈകടത്തലുകൾ ഉണ്ട്. അപ്പോൾ ഏതായാലും ജസാക്കുമുള്ള ബഡ്ഡീസ് നിങ്ങളുള്ളത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ സ്വസ്ഥമായി ജീവിച്ചു പോകുന്നു വിശ്വസിക്കുന്നു. സോ അടുത്തതായി പറയാനുള്ളത് പലസ്തീനിന്റെ ഐക്യദാർഢ്യ പരിപാടിയാണ്. അത് വളരെ വെറൈറ്റി ആയിരുന്നു അല്ലേ. ഒന്നാം ക്ലാസ്സിൽ ഒരു ഗംഭീര പെർഫോമൻസ് മാഷാ അല്ലാഹ്. അത് ഇത്തിരി വെറൈറ്റി ആയി, എന്താണ് റിസ്ക് കുറച്ച് ഗെയിന് കൂട്ടുന്ന ഒരു പരിപാടിയായി. വളരെ രീതിയിൽ ശ്രദ്ധേയമായെന്ന് പറയപ്പെടുന്നു. സോഷ്യൽ മീഡിയയിൽ ഇപ്പോ മീഡിയ അതിന്റെ ഒരു പൊളിപ്പൻ വീഡിയോ ഔട്ട് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവരും പറ്റാവുന്നവരൊക്കെ ഫ്രീ പലസ്തീൻ എന്ന് ടാഗ് ചെയ്യുക. അത് എന്താണ് പലസ്തീൻ എന്ന് പറയുമ്പോ ഒരു അടിപൊളി ക്ലീശ ആയിക്കൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒരു വിലയില്ല, പറയുന്നത് നമുക്കും ഒരു വിലയില്ല. പക്ഷെ അവിടുത്തെ സാഹചര്യങ്ങൾ നിലവില് വളരെ എന്താണ് എന്താ പറയാ ഫ്രം വേഴ്സ് ടു വേഴ്സ് എന്ന് പറയാ, അത്രയും മോശമായി കൊണ്ടിരിക്കുകയാണ്. സ്റ്റിൽ നമ്മുടെ ഈ ഒരു അനാസ്ഥ മുതലെടുക്കുന്ന ഒരേ ഒരു ടീം എന്ന് പറഞ്ഞാല് അത് എന്താണ് ഇസ്രായേലാണ്. അതായത് പലസ്തീന് റെക്കഗ്നീഷൻ കുറയുമ്പോൾ, അല്ലാണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ സപ്പോർട്ട് കുറയുമ്പോൾ ആളുകളുടെ ശ്രദ്ധ ആ ഒരു രീതിയിൽ നിന്ന് മാറ്റാനുള്ള പല ശ്രമങ്ങളും ആ ഒരു രാജ്യം എന്നതിലുപരി ആ ഒരു സയനിസ്റ്റ് മെന്റാലിറ്റീസ് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ എന്താണ് ബക്ലബ് നമ്മൾ കൊണ്ട് ആകെ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാല് നമ്മളെ കൊണ്ട് സാമ്പത്തികമായി സഹായിക്കുന്ന സാമ്പത്തികമായി സഹായിക്കുക, അത് കഴിഞ്ഞാൽ മാനസികമായി സഹായിക്കുന്നുണ്ട് മാനസികമായി സഹായിക്കുക, ശാരീരികമായി സഹായിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ശാരീരികമായി സഹായിക്കുക. സോ പിന്നെ നമ്മളെ വാദിഫിന്റെ പരിപാടി അതില് സത്യം പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ പോസ്റ്ററിൽ കണ്ട ആൾക്കാരല്ല ഇവിടെ നിന്ന് പാടിയത്. ഫസ്റ്റ് വന്നേക്ക് പറഞ്ഞ ക്ഷമയാണ് സംഭവം വെച്ചാൽ ചെറിയ ദാറുലതയിൽ ചെറിയ ഇഷ്യൂ ഉണ്ടായി. നമ്മള് വലിയ വലിയ പാട്ടുകാർക്ക് ഒന്നാണ് പുറത്തേക്ക് ദാറുലതയിൽ എന്തോ പരിപാടി കുറവില്ല. ആ ഒരു പരിപാടിക്ക് വേണ്ടിയിട്ട് ബാക്കിയുള്ള വലിയ വലിയ കോളേജിലെ പാട്ടുകാരൊക്കെ പിടിച്ചു നിർത്തിയിട്ട് നിങ്ങൾ പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ഷൂർ എന്ന പരിപാടിക്ക് വേണ്ടി പിടിച്ചു നിർത്തിയപ്പോ ബാക്കിയുള്ള ഒരു അത്രത്തോളം വലുതല്ലാത്ത രീതിയിൽ അങ്ങനത്തെ ഒരു 4 താൽക്കാലികമായ പാട്ടുകാരെ ഒന്നും പാടിയത്. പക്ഷെ എന്നാലും പരിപാടിക്കൊരു കുറവില്ലായിരുന്നു. അതെ, ആവേശത്തിനൊട്ടും കുറവില്ലാതെ അവസാനം വരെ വിദ്യാർത്ഥികൾ ഒരാളോട് നീക്കാതെ പ്രതീക്ഷിക്കാതെ ഇതിലൊരു ക്വിക്ക് സ്റ്റാർട്ടൊക്കെ കിട്ടിയില്ലേ. നമ്മളിവിടെ ഇല്ലാത്ത രീതിയിലുള്ള ഒരു സൗണ്ടും പിന്നെ മാച്ചപ്പൊക്കെ ഉള്ള പാട്ടുകാരായിരുന്നു വന്നിരുന്നത്. സംഭവം ഉഷാറായി. പിന്നെ വേദിയിലേക്ക് കടന്നു വന്ന ഇതിന് നന്ദി അറിയിക്കുന്നു. പിന്നെ ഇന്നത്തെ ചർച്ചകളിലേക്ക് വരുമ്പോൾ സാനവിയുടെ ഖിറാഅത്ത് ഈ വേദിയില് ഓക്കെ. അപ്പൊ ഇന്ന് വെന്യൂ 1 സാനവിയുടെ ഖിറാഅത്ത് ആയിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ പിന്നെ ഇന്നത്തെ മെയിൻ പരിപാടിയായിട്ട് വേദി വന്നതിൽ മസ്അലമാലയുണ്ട്. അതുപോലെ തന്നെ രാത്രി നമ്മൾ ആവശ്യകരമായ ഉണ്ട്. സോ 5 റിസൾട്ട് അനൗൺസ്മെന്റ് ഇന്ന് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഒന്ന് സ്കിപ്പായി പോയേക്കാം, എങ്കിലും കൺട്രോളേഴ്സ് നമ്മുടെ കൂടെ തന്നെ ഉണ്ട്, അവർ പൂർണ്ണ പരിശ്രമത്തിലാണ്. സോ ഇന്ന് നമ്മുടെ പരിപാടി ഇത്രയേ ഉള്ളൂ. ഇന്നലെ ഒരു സെഷൻ കഴിഞ്ഞതുകൊണ്ട് തന്നെ
കോണ്ടന്റ്സ് വളരെ കുറവാണ്. നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ വേദിയിലിരുന്ന 1 2 3 4 5 6 7 8 വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ സംഘാടകർക്കും പുറത്തുനിന്ന് കേട്ടോ വേദി 1 വളണ്ടിയേഴ്സ് എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. വേദി 1 വളണ്ടിയേഴ്സ് എത്രയും പെട്ടെന്ന് കൺട്രോൾ റൂമിൽ റിപ്പോർട്ട് ചെയ്യേണ്ടതാണ്. കമ്മിറ്റിയുടെ ഭാഗത്തു നിന്നും അർജയുടെ ഭാഗത്തു നിന്നും വലിയ രീതിയിൽ ഹൃദയമായ നന്ദികൾ അറിയിക്കുന്നു. സോ ഫ്രം ദ ഹെഡ് ഓഫ് ദ ഫെസ്റ്റ്, ഫ്രം ദ സോൾ ഓഫ് ദ ഹയ്യ FM, we thank you for riding hell with us. Jazakallah khair. These are signing off Ashmin and Wafa Mastan. Bye for the moment. Jazakumullah khair. Assalamu alaikum wa rahmatullah.